ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിങ്ങനെ അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ ഒരു വണ്ടിയിൽ ഇത്രയും പേര് കയറി കേട്ടോ. അടുത്ത വണ്ടിയിൽ ഇനി വരുന്നതേ ഉള്ളൂ ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും കാണുന്ന ഒരു സ്ഥലം തന്നെയാണ്, അഴീക്കൽ ബീച്ച്. എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ. അങ്ങനെ ഞാനിപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഇച്ചിരി ലോങ് ട്രാവൽ ചെയ്യാൻ ചെയ്തത്. അങ്ങനെ അഴീക്കൽ ബീച്ച് ഞങ്ങൾ ചൂസ് ചെയ്തു. ഞങ്ങൾ വന്ന് കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് അടുത്ത വണ്ടിയും വന്നു. അജയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അജയുടെ വണ്ടിയിൽ നമ്മുടെ ഡാനിയും അമ്മയും ഒക്കെ അതിലാണ് വന്നത് കേട്ടോ. അങ്ങനെ വന്ന സമയത്ത് തന്നെ കൃപ മേളിൽ കയറി പിന്നെ റോക്കിലൊക്കെ കയറി ഇങ്ങനെ നിൽപ്പാണ്. അപ്പം ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറുകയാണ്. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്നത് എനിക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒത്തിരി എൻജോയ് ചെയ്തു. ആക്ച്വലി നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഒരു പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഒന്ന് അങ്ങ് പോകാമെന്നുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ ടൈമൊന്നും നോക്കിയില്ല. ടൈം ആക്ച്വലി ഇച്ചിരി ലേറ്റായിട്ടാണ് നമ്മൾ അഴീക്കൽ എത്തിയത്. ഏതായാലും പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. ഇത്രയും ലേറ്റായിട്ട് അഴീക്കൽ ബീച്ച് വരുന്നത് ഇന്ന് ആദ്യമായിട്ടായിരുന്നു. ആക്ച്വലി ഇത് ലാസ്റ്റ് വീക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നപ്പം ഞങ്ങൾക്ക് ആ പാറയുടെ ഇടയ്ക്ക് നിന്ന് കിട്ടിയതാണ് ഈ ഒരു ആമയുടെ തോടാണ്. അതിൻ്റെ ബ്ലാക്ക് ഭാഗമൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് കൃപ അത് നോക്കുവാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അടിപൊളി ഒരു തോടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തോട് മാത്രമായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ ഞങ്ങളതങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് അതങ്ങ് കൊണ്ടുവന്നു. അകത്തൊന്നുമില്ല, ഒരു ചെറിയ 2 എല്ലിൻ്റെ കഷ്ണം മാത്രം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമോ എന്തോ കണ്ടാണ്. ഒത്തിരി പഴക്കമുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഭാഗത്ത് കുപ്പികളെല്ലാം തൂക്കിയിട്ടേക്കുന്നത് കണ്ടപ്പം ഒരു ഇഷ്ടത്തിൽ എടുത്തതാണ്. അത് നല്ല രസമാണ്. ആ സമയത്ത് അതൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന പണി തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്യണം. ആക്ച്വലി ഇവർക്കൊക്കെ നെക്സ്റ്റ് ടൈം വീക്കിലൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യമേ ഒന്ന് പ്രിപ്പയർ ആകാൻ വേണ്ടി വന്നതാണ്, മൂടൊന്നൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചായയും നമ്മളെ ആവശ്യമുള്ള എല്ലാ സാധനവും നമ്മൾ എല്ലാ പ്രാവശ്യവും എവിടെ പോയാലും നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകാറ്. അവിടെ നിന്ന് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കുന്നത് പതിവില്ല. അങ്ങനെ നമ്മളെല്ലാവരും വന്ന സമയം തന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളൊരു ആളൊന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് ആദ്യം നിന്നത് കേട്ടോ. അങ്ങനെ കാരണം മെയിൻ ബീച്ചിലോട്ട് പോയില്ല, അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ അഴീക്കൽ നടന്നു പോകുന്ന ആ പാത്തിൽ കുറച്ച് നേരം നടന്നു കേട്ടോ. അതിൽ തന്നെ ഞങ്ങൾ മൊത്തം ഒന്നും പോയില്ല, കുറച്ച് ഭാഗം വരെ പോയുള്ളൂ. അതിന് മുമ്പേ നമ്മുടെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അന്നത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം ബീച്ചിലോട്ട് പോകാമെന്ന് വെച്ചിട്ട് ബീച്ചിലോട്ട് വന്നു. അന്നത്തേക്ക് നല്ല രീതിയിൽ ഇരുട്ടാൻ തുടങ്ങി കേട്ടോ. നമ്മളങ്ങനെ ഇരുട്ടുന്ന വരെ ഇതുവരെയും ബീച്ചിലാവട്ടെ എവിടെയും അങ്ങനെ നിൽക്കാറില്ല. മിക്കപ്പോഴും ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാറിൽ കയറി തിരിച്ച് പോകുന്ന ആ ഒരു പതിവാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇച്ചിരി ഇരുട്ടിയപ്പോഴും അങ്ങ് നിൽക്കാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. കാരണം പിള്ളേർ എൻ്റെ അനിയത്തിമാരും അനിയനും ഒക്കെ അവർ എക്സാമാണ് ഇനി നെക്സ്റ്റ് വീക്കുകളിൽ. അന്നേരം ഇനി ഒരു മാസത്തേക്ക് അവരും ബിസിയാണ്. നമ്മളിങ്ങനെ പുറത്തോട്ട് പോകുന്നതൊക്കെ ഒത്തിരി കുറയും. പിന്നെ ഞാനും ഇതാണ് ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി നേരം കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ആക്ച്വലി എൻ്റെയും അജസിൻ്റെയൊക്കെ ഒരു ബേബി മൂൺ എന്നൊക്കെ പറയാം, അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ. അവിടെ ഇങ്ങനെ ഒരു പിന്നെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്, അത് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊന്നും ഇറങ്ങിയില്ല ആക്ച്വലി, ഞാനും അച്ഛനും അജയൊക്കെ. പക്ഷേ അനിയന്മാരും അനിയത്തിമാരും പിന്നെ അമ്മയൊക്കെ പോയി ബീച്ചിലൊക്കെ ഇറങ്ങി. അവരൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. ആക്ച്വലി നമ്മൾ പൊതുവേ എവിടെയും പോയാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ വാങ്ങിക്കാറില്ല, ഒന്നും വാങ്ങിക്കാറില്ല. മാക്സിമം നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെ കഴിച്ച് തിരിച്ച് വരുന്നതാണ് പതിവ്. റെയറായിട്ടേ എന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ. ഈ പ്രാവശ്യം പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് ആദ്യം ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം തണുപ്പൊക്കെ ആണോ ഒന്ന് റിസ്ക് എടുക്കണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ ഡാനി നമുക്ക് കുറേ സ്നാക്സ് വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്നാക്സ് കഴിക്കുവാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കഥകളൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളും സ്കൂളിലെയും കോളേജിലെയൊക്കെ കാര്യങ്ങളെല്ലാം ഓരോരുത്തർ ഷെയർ ചെയ്യുന്നുണ്ട്. കഴിക്കുന്ന ഫുഡിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കമൻറ്റ് പറഞ്ഞ് ഒക്കെ അടിപൊളിയായിട്ട് ഒരു നല്ലൊരു ദിവസമായിരുന്നു ഞങ്ങൾക്ക്.
അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിലിങ്ങനെ സ്പെൻഡ് ചെയ്തു. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ആക്ച്വലി നല്ല അത്യാവശ്യം ഫാമിലി ആയിട്ടുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരൊക്കെ അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കളികളൊക്കെ കണ്ടിരുന്ന് അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു 8-8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിറങ്ങാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു നല്ല ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.